ങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആർക്കുമില്ലാത്ത ചില ഭാരങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു കൊയ്ത്തിന്റെ സമയമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയാം. 2026 എന്ന വർഷം നമുക്ക് ചിലപ്പോൾ കണ്ണീരിന്റെ വർഷമായിരിക്കും. പക്ഷെ ഒരു 27ലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, നമ്മൾ 27ലേക്ക് കാല് വെച്ച് നമ്മൾ കയറുമ്പോഴത്തേക്കും 27 ഒരു കൊയ്ത്തിന്റെ വർഷമായി മാറട്ടെ എന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. നവമിയെ നമുക്കറിയാം. ആ കാലം നമുക്ക് നവമി യൂത്തിന്റെ പുസ്തകം വായിക്കുമ്പോഴത്തേക്ക് നവമിയൊക്കെയും മോവാബ് ദേശത്തേക്ക് പരദേശിയായി പാർക്കാൻ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവരെ ജീവിതത്തിൽ പ്രതികൂലവും പ്രയാസങ്ങളൊക്കെ ആഞ്ഞടിച്ചപ്പോഴും ക്ഷാമമുണ്ടായതിന്റെ ഫലമായിട്ടാണ് അവർ മോവാബ് ദേശത്തേക്ക് പരദേശിയായി പാർക്കാൻ പോയത്. അപ്പം അവർ ആ ദേശത്ത് നിന്ന് പോയപ്പോഴത്തേക്ക് ഒരു പ്രതിസന്ധി ആഞ്ഞടിച്ചത് കൊണ്ടാണ് അവർ ആ ദേശത്ത് നിന്ന് പോയത്. ആ ദേശത്ത് നിന്ന് അവര് കടന്നു പോകുന്ന സമയത്ത് വളരെ ക്ഷാമം നിലനിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് വളരെ ക്ഷാമം നിലനിന്നതുകൊണ്ടാണ് അവർ ആ ദേശത്തേക്ക് പരദേശിയായി മോവാബ് ദേശത്തേക്ക് കടന്നു പോകുന്നത്. എന്നാൽ തിരിച്ച് അവർ ചില വർഷങ്ങൾ കഴിഞ്ഞ് കടന്നു വരുമ്പോഴത്തേക്ക് അവിടെ ഒരു കൊയ്ത്തിന്റെ വർഷമായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഒരു കൊയ്ത്താണ് ഉണ്ടായത് കേട്ടോ. പോയപ്പോൾ ക്ഷാമം, തിരിച്ചു വന്നപ്പോൾ ഒരു വലിയൊരു കൊയ്ത്ത്, നല്ല യവക്കൊയ്ത്തിന്റെ സമയത്താണ് അവർ മടങ്ങി വന്നത്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കണ്ണീരുണ്ട് അല്ലെ, കണ്ണീരുണ്ട്, പ്രയാസങ്ങളുണ്ട്, നിൽക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ അവർ ഒരു യവക്കൊയ്ത്തിന്റെ സമയത്താണ് അവർ കടന്നു വന്നത്. കണ്ണുനീരോടെ നമ്മൾ വിതച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊയ്യുന്നത് എങ്ങനെയായിരിക്കും? ആർപ്പോടെ നമ്മൾ കൊയ്യുന്നതായിട്ട് ഞാൻ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യും. നമ്മൾ കണ്ണുനീരോട് കൂടി നമ്മൾ വിതച്ചു കഴിഞ്ഞാൽ നമ്മുടെ 26 എന്ന വർഷം തുടക്കം തൊട്ട് തീരുന്ന വരെ നമ്മൾ കണ്ണുനീരോട് കൂടി ആയിരിക്കും നിൽക്കുന്നത്. പക്ഷെ ഒരു 27ലേക്ക് കാല് വെക്കുമ്പോഴത്തേക്കും അതൊരു കൊയ്ത്തിന്റെ സമയമാകുന്നതായിട്ട് ഞാൻ ദൈവത്തോട് ഞാൻ സ്തോത്രം ചെയ്തു. അവർ പ്രവാസത്തിലായിരിക്കുമ്പോൾ അവർ വളരെ ബുദ്ധിമുട്ടോട്